എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോകാം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കിഴി എപ്പിസോഡ് ചെയ്തിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോണിറ്റർ ഒന്ന് ഒരു ചെറിയ ലൈറ്റ് കത്തി. അപ്പം നമ്മളോടുള്ള സ്നേഹം കാരണേ ഒരു തിളക്കം വന്നതാണ് നമ്മൾ കരുതിയത്. പക്ഷേ പൊട്ടിത്തെറിച്ചതായിരുന്നു. സ്മെല്ല് വന്നപ്പോഴാണ് മനസ്സിലായത്. മൊത്തത്തിൽ 2-3 ദിവസമായിട്ട് നല്ല ക്ഷീണത്തിലാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ടോസ്. എന്തായാലും കട്ട മത്സരം. കിഴി എപ്പിസോഡിൽ മത്സരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ടൈല് ഹെഡ് ഫസ്റ്റ് വൺ ടോസില് പരാജയം ഏറ്റുവാങ്ങി. നോക്കാം, കൊള്ളാം. നമുക്ക് എന്താ എവിടം വരെ പോകും നോക്കാലോ. ഫസ്റ്റ് വൺ. അതായത് തുറക്കുന്നതിന് മുന്നേ വേറൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അതായത് നമ്മുടെ ഒരു വൺ ഹിറ്റായി നമ്മുടെ സൂര്യക്ക് അവാർഡൊക്കെ കിട്ടിയ ഒരു സിനിമ സുറാറെ പോട്ടർ എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി റീമേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്ഷയ് കുമാർ നായകനായ സിനിമ. സുധാ കൊങ്കാര തന്നെയായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമ റിലീസായിട്ട് അതിന് വെറും കളക്ഷൻ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കയറിയിരിക്കുന്നത് 3.something ആണ്. ഒരു ബോളിവുഡ് ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ, അതും അക്ഷയ് കുമാർ. ആളുടെ ഭാഗത്തുനിന്നൊരു പ്രസ്താവന ഉണ്ട്. അതായത് ബോളിവുഡിൽ തൻ്റെ സിനിമകൾ വിജയിക്കുന്നവർ തിരിഞ്ഞുപോയോ പറഞ്ഞു. അതായത് തൻ്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ ബോളിവുഡിലുള്ളവർ സന്തോഷിക്കുന്നു. അതിന് ബോളിവുഡിലുള്ളവരോ അതിന് സന്തോഷം, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇത് രണ്ട് രീതിയിൽ നമുക്ക് വിലയിരുത്താം. ഒന്ന്, ബോളിവുഡിലുള്ളവർ ഇവരുടെ അതായത് അക്ഷയ് കുമാറിൻ്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ശുഭസൂചനയല്ലേ. അത് ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. അത് ആളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, ഇനി മാറ്റം അവിടെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. പക്ഷെ ഈ ബോളിവുഡില് എന്നുള്ളത് മാത്രം എടുത്ത് പറയുമ്പോഴേ ഇന്നെ ചെറുതായിട്ട് അത് പേടിപ്പിക്കുന്നുണ്ട്. എന്താ കാര്യം അറിയാം, ഇനി കേരളത്തിലേക്കെങ്ങാനും അതെന്തായാലും ഉണ്ടാവില്ല. ആ ഒരു പേടിക്കേ വേണ്ട. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇനിയിപ്പോ പൃഥ്വിരാജൊക്കെ കൊണ്ടുവരുമെന്നോ പടച്ചോനറിയാൻ പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു ഒരു വാക്കുകൂടി പറഞ്ഞു. അതിനകത്ത് എനിക്ക് ആ സിനിമ റീമേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നി സുധാ കൊങ്കാരയ്ക്ക് വട്ടാണോ എന്നുള്ള സാധനം. കാരണം അതും മറ്റേ നാഷണൽ അവാർഡ് മേടിച്ച നടനെ വെച്ചിട്ട് നാഷണൽ അവാർഡ് സൂര്യക്ക് കിട്ടിയ സിനിമ ചെയ്തിട്ട് ആ സിനിമ എല്ലാവർക്കും അറിയാം. അത് ഒട്ടുമിക്ക ആൾക്കാർ കണ്ടും കഴിഞ്ഞതാണ്. അതെ, OTT സിനിമയായിരുന്നു. ആ സിനിമ വീണ്ടും കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ അബദ്ധം. എന്ത് റിസ്ക് ആണല്ലേ ഏറ്റെടുത്തത്. പിന്നെ സൂര്യനെ പോലെ അക്ഷയ് കുമാറിനെ കൊണ്ട് പറ്റുമോ? അങ്ങോട്ട് എത്തൂല, നടക്കൂല. എന്തായാലും സൂര്യ അതിൽ ചെറിയൊരു വേഷമൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് കാമിയോ പോലെ. എന്തായാലും സൂര്യയുടേതും കൂടിയാണ് ഈ പൊട്ടൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് കിഴി RC16. ഫസ്റ്റ് കിഴി തന്നെ വലിയ കിഴിയാണ്. RC16 സിനിമയിൽ നമ്മുടെ ശിവരാജ് കുമാർ ഒരു പ്രധാന വേഷത്തിലുണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവരാജ് കുമാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, ഏതോ ഒരു ദിവസം നമുക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. എന്തായാലും 12-ാം തീയതി ആയിരുന്നു അല്ലേ? 12-നാണെന്ന് തോന്നുന്നു. യെസ്. എന്തായാലും ആൾക്ക് വിഷ് അറിയിച്ചിട്ട് ഇവരുടെ ടീം ഒരു ഫോട്ടോ ഇട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാര്യം വ്യക്തമായി, കൺഫേമായി. ആള് സിനിമയിൽ പ്രധാന വേഷത്തിലുണ്ടാവും. ഓക്കെ ഓക്കെ. കൂലി രജനികാന്ത് ലോകേഷ് കനകരാജ് സിനിമ. സിനിമയില് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം ഫഹദ് ഫാസിൽ നിരസിച്ചു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഏതായാലും നന്നായി. ഒന്നാമത് വേട്ടയ്യനില് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും അതുപോലെ തന്നെ രജനീകാന്തിന്റെ കൂടെ തന്നെ അടുത്ത സിനിമ വരുമ്പോൾ അത് അതിനെക്കാളും നല്ലത് ചെയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ ലോകേഷിന്റെ കൂടെ വിക്രം സിനിമ ഓൾറെഡി ചെയ്തതാണ്. ഇത് നന്നായി എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും ഷൂട്ട് ഹൈദരാബാദ് ഫസ്റ്റ് ഷെഡ്യൂൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ ഇത് ചെന്നൈയിലേക്ക് വലിയ സെറ്റ് ഇട്ടിട്ട് അതിലേക്ക് മാറും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. അടുത്തത് അഡിയോസ് അമിഗോ. അടിയോടടി. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയാണ് അഡിയോസ് അമിഗോ. സിനിമയുടെ റിലീസ് ഡേറ്റ് August 15 ആൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് August 2 ആക്കിയിട്ടുണ്ട്. അത് നൈസായിട്ടോ, നല്ല തീരുമാനമാണിത് അല്ലേ? നല്ല നീക്കം. ഓക്കെ, എന്തായാലും മുന്നേ വരും തീർച്ചയായിട്ടും. പുഷ്പ 2 സിനിമയുടെ തമിഴ് ഡിസ്ട്രിബ്യൂഷൻ. നല്ലൊരു സൺഡേ ആയിട്ട്
അല്ല ഞാൻ മര്യാദക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മത്സരം ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം. എന്തായാലും തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ AGS എന്റർടൈൻമെന്റ്. ഓക്കെ ആ രണ്ട് കിഴി അടുപ്പിച്ച് വലുതോ. ഓക്കെ, ഇതൊക്കെ ഇനി എത്രണ്ണം വരാൻ കിടക്കും. ഇതിപ്പോ ഇന്നത്തെ ഈ കിഴിയുടെ ഈ സാഹചര്യം ഉണ്ടല്ലോ, അതിന് പറ്റിയൊരു പേരാണ് പടക്കളം. കറക്റ്റാ. നീ എന്താ കരുതി നീ 2 എണ്ണം കൊണ്ടുവന്നാ ഞാൻ വിട്ടുപോകുന്നു. ഞാൻ പടക്കളം സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്. നമ്മുടെ ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമൂടുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നിരഞ്ജന അനൂപും അതിൽ പ്രധാന വേഷത്തിലുണ്ട്. ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ അല്ലേ, പൂജ നടക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, കാണാം. ഓക്കെ, KRG സ്റ്റുഡിയോ, സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ്, നിരഞ്ജന അനൂപ്, ശാംബോയൊക്കെ ഉണ്ടാവും. കോമഡി പടമാണല്ലേ, കേട്ടറിയാലോ. രാജേഷ് മൃഗത, മനു സ്വരാജ്, പടകളം. ഗെയിം ബിഗിൻസ്. പകിടയാണല്ലോ താഴെ വീണത്. അതെ, പകിടക്കളിയാണ്, പകിടകളി. ഓക്കെ, അർജുൻ ദാസ് അതിഥി ശങ്കർ മൂവി സിനിമയുടെ പൂജ കഴിഞ്ഞു. വിഘ്നേഷ് ശ്രീകാന്ത് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, $1 million സ്റ്റുഡിയോസ് സിനിമ നിർമ്മിക്കുന്നത്. അതായത് ലവ്, ഗുഡ് നൈറ്റ് 2 സിനിമകളുടെയും നിർമ്മാതാക്കളായിരുന്നു. അടുത്ത കിഴി ഞാനൊരു സ്റ്റൈലിൽ കിടന്നാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ വന്ന സാധനം എന്താ അറിയോ, കുളത്തി പിടിച്ച പോലെ. അല്ല, മറ്റേ ഏതായിരുന്നു സിനിമ അറിയോ, കല്യാൺജി ആണെന്ന് പറഞ്ഞൂടാ. അതായത് നമ്മുടെ അരിശേഷോകനെ ഒരു പിച്ചക്കാരനായിട്ട് വരുമല്ലോ, അമ്മ അത് പാർവതി വരണേ കണ്ടുകൊണ്ട് തഴമ്പിച്ച ചോദിച്ചാ മതി, പറഞ്ഞു തരൂര്. പാർവതി പരിണയത്തില് അശോകൻ കേക്കണ്ടത് അമ്മ 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 അതുപോലെ. അതെ, കൈഗ്രേഡ് വന്നുണ്ട്. ഓക്കെ, ഞാൻ നോക്കിയായിരുന്നു. എനിക്കറിയില്ല, നോക്കിയോ ഒന്നുകൂടി നോക്കിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മിസ്റ്റർ എക്സ്, SLX അറിയാം. ഓക്കെ, നമ്മുടെ ആര്യ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. മഞ്ജു വാര്യറാണ് അതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആര്യയും പ്രധാന വേഷത്തിലുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ ആരൊക്കെ ഉണ്ടാ, ഗൗതം കാർത്തിക്, അനഘ. ഇന്ന് മൊത്തം തിരിഞ്ഞു പോകണ്ടല്ലോ. അത് പറഞ്ഞിട്ടല്ല, നീ ഫസ്റ്റത്തെ ഷോക്കിലാണ്, അതിനോട് വിട്ടു മാറിയിട്ടില്ല, അതുകൊണ്ടാണ് കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാക്കാം. എന്തായാലും സ്റ്റിൽസ് ഇതാ. ഓക്കെ, എന്തായാലും നമ്മുടെ മനു ആനന്ദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പേര്, അതായത് ഇതിനു മുമ്പ് ചെയ്തത് FIR സംവിധാനം ചെയ്ത സംവിധായകനാണ്. ഓക്കെ, കുട്ടികൾ നല്ല. അടുത്തത് മാർക്കോ സിനിമയിൽ കണ്ടമാനം വീഡിയോസ് വന്നിട്ടുണ്ട്, നാളെ കൊണ്ടുവരാം. 3-4 ദിവസത്തെ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പൊ നാളെ കൊണ്ടുവരാം കേട്ടോ. അല്ലേ, സിനിമ സംവിധാനം ചെയ്യാൻ തന്നെ കുറച്ച് സമയം വേണം, നല്ല റിസ്ക് ഉണ്ട്. അതിനിടയിൽ ബിഹൈൻഡ് ദ സീൻ എടുക്കാൻ ഇപ്പോൾ വേറൊരു സംവിധാനം, കാരണം അത്രത്തോളം ഫുട്ടേജുകളായിരുന്നു. കൊടൂരം. കൽക്കി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമ 1000 കോടി നേടിയിരിക്കുന്നു. നാഗശ്വിൻ സംവിധാനം ചെയ്ത് നമ്മുടെ പ്രഭാസ് നായകനായ സിനിമ. പ്രഭാസ് മാത്രമല്ല, കമലഹാസനും അമിതാഭ് ബച്ചനും പ്രധാന വേഷത്തിലെത്തി ഞെട്ടിച്ച സിനിമ. എന്തായാലും 1000 കോടി. അത് ഇവര് 1000 കോടി ഇത്ര ലേറ്റ് ആയി പോയില്ലേ? കുറച്ച് ലേറ്റ്. എന്തായാലും കർണന്റെ ലുക്ക് ഇവര് സ്പോയിലർ ചെയ്തിരിക്കുന്നു, സുഹൃത്തുക്കളെ, സ്പോയിലർ ചെയ്തിരിക്കുന്നു. അത് പിന്നെ പറഞ്ഞിട്ട് ഇത്ര ദിവസമായില്ലേ, ഇനിയിപ്പോൾ അത് വെച്ചോണ്ടൊരു കാര്യം. അതെ, ഇനി അത് അറിയാതെ കാണുന്നതിന്റെ ആ ഒരു ത്രില്ലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടൂല കാണാത്തവർക്ക്. അതൊരു സത്യം. കർണനാണെന്ന് അറിയുന്ന ആ ഒരു നിമിഷം, എന്റെ മോനെ, അത് ഒരു വേറൊരു അനുഭവമായിരുന്നു കേട്ടോ തിയേറ്ററിൽ. പ്രത്യേകിച്ച് കൃഷ്ണന്റെ വാചകത്തില്
കർണനെ പുകഴ്ത്തി പറയുന്ന ആ ഒരു മലയാളത്തിൽ തന്നെ കാണണം അപ്പൊ. അതെ. അതൊരു വേറൊരു വൈബിലാണ് ആ കൊടുത്തിട്ടുള്ളത്. എന്റെ അമ്മോ, എന്താ പറയാ സീനൊക്കെ. എന്റെ അമ്മോ, ആ സമയത്തുണ്ട് മണൽത്തിങ്ങനെ ഇളകുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം പോയി കാണുമ്പോഴും ആ ഒരു വൈബിന് ഒരു കുറവില്ലായിരുന്നു കേട്ടോ. സത്യം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര വൈബായിരുന്നു. ആ സമയത്ത് ഉറക്കമൊക്കെ വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. എന്ത് വെറുപ്പിക്കലല്ലേ ഫസ്റ്റ് ഹാഫ് വെറുപ്പിക്കൽ. മോനെ, അടുത്ത നമ്മുടെ പാൻ ഇന്ത്യൻ താരം നെസ്ലൻ ഐ എം കാതലൻ സിനിമയുടെ റിലീസ് ഓഗസ്റ്റിലുണ്ടാവും എന്ന് ഗിരീഷ് പോത്തനോ ഗിരീഷ് ഏടി അതല്ല ദിലീഷ് പോത്തനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പ്രൊഡ്യൂസറെ കുറിച്ച് ഗിരീഷ് ഏടി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഗിരീഷ് ഏടി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഓഗസ്റ്റിൽ ഉണ്ടാവുന്ന പറഞ്ഞിട്ട്. ഞാൻ എനിക്ക് തെറ്റിപ്പോയി, നീ ശരിയാക്കി തരാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. രണ്ടാൾ പറഞ്ഞത് ശരിയാണ്. ഗിരീഷ് ഏടിയും ദിലീഷ് പോത്തനും രണ്ടും ശരിയാണ്. എന്തായാലും ഐ എം കാതലൻ ഓഗസ്റ്റ്, അതായത് നമ്മുടെ പ്രേമലു എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നസ്ലം വരുന്ന ഒരു വരവുണ്ട്. അത് ഇത് അനൗൺസ് ചെയ്തപ്പോ തന്നെ ഭയങ്കര ഹൈപ്പായിട്ടോ. കാരണം വരാൻ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ സോഷ്യൽ മീഡിയ അതും മറ്റുള്ള ഭാഷകളിലൊക്കെ അത് തെലുങ്കിലൊക്കെ എടുത്ത് കൊണ്ടുപോയി. അവിടേക്ക് ഭയങ്കര വലിയ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കും. ഭയങ്കര ഫാൻസ് ആട്ടോ ചെറുക്കന്. വളർന്ന് അങ്ങ് പന്തലിച്ച് നിൽക്കുന്നു. മുത്താണ് മുത്ത്. ഓക്കെ, അടുത്തത് ബ്രദർ സിനിമയുടെ നമ്മുടെ ജയം രവി നായകനാണ്. ജയം രവി നായകൻ, പിന്നെ നായിക പ്രിയങ്ക മോഹൻ. എന്തായാലും സിനിമയുടെ ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റ്സ് ZEE5 തമിഴ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ 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 അടുത്തത് തന്നിരിക്കും. നാടാറ് സാധനം തന്നെ തരാം. മനോരഥങ്ങൾ MTയുടെ ആന്തോളജി മൂവീസ്. അത് ഒരു എത്ര 10 അല്ലേ? 10 ഉണ്ട്. എന്താണെങ്കിലും അതിന്റെ അതിന്റെ ഇടയിൽ കൂടി ഓളം തീരമൊക്കെ അതിന്റെ ഇടയ്ക്ക് തീർന്നല്ലേ. അതങ്ങനെ തന്നെയായിരുന്നു ഓരോന്ന്. ശ്രീലങ്കയിൽ വെച്ചുള്ള, അതായത് നമ്മുടെ രഞ്ജിത്ത് എന്തായിരുന്നു അതിന്റെ പേര്? മറന്നുപോയി. അതിന്റെ പേരൊക്കെ നീ ഇവിടെ നിന്ന് പറഞ്ഞാല് നിനക്ക് ഞാൻ ഇപ്പൊ 100 നോട്ടം വരും. പറ. 100 അതായത് ഒരു പേരിന് 100 പോരെ? പോരാ, ആ പേര് അത്രക്ക് ഭീകരമായതുകൊണ്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് അതിന്റെ പേര്. വഴിക്കടവായിരിക്കും. മറന്നല്ലോ, ഒരു പിടി കിട്ടൂല അങ്ങനത്തെ ഒരു സാധനം അത്. അതെ. എന്തായാലും ആ ഒരു സിനിമ ഉണ്ട്. പിന്നെ ലാലേട്ടന്റെ ഓളവും തീരവും പ്രിയദർശൻ സംവിധാനം ചെയ്തു വരുന്ന, അതായത് പരിപൂർണമായും അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെന്നുള്ളതാണ് അറിഞ്ഞത്. പിന്നെ ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമ ഉണ്ട്. പിന്നെ നമ്മുടെ കമൽഹാസൻ, ഉലകനായകൻ കമൽഹാസൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പാർട്ടുണ്ട്. പിന്നെ ബിജു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഇതുണ്ട്. അതായിരുന്നു ലേറ്റ് ആയതെന്നാണ് നമ്മൾ അറിഞ്ഞത്. ബിജു മേനോൻ അല്ലേ? കറക്റ്റ് ഓർമ്മയില്ല. ആസിഫ് അലിന്റെ അല്ലേ? ലേറ്റ് ആയിട്ടായിരുന്നു. എന്തായാലും സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ ട്രെയിലർ വരാൻ പോകുന്നു, അതായത് 15-ാം തീയതി. നാളെ. എന്തായാലും ഇത് ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും വരിക എന്നുള്ളതാണ്. ZEE5 ഇത് വരുന്നത് കേട്ടോ. ZEE5 ആണ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ അടുത്തത് വാട. നാളെ നമ്മുടെ ലെജൻഡായിട്ടുള്ള MTയുടെ 91ാമത്തെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് നാളെ തന്നെ അതിന്റെ ട്രെയിലർ വിടുന്നത്. അപ്പോൾ ഈ ട്രെയിലറിൽ എല്ലാത്തിൻ്റെയും ഉണ്ടാവും. അതെല്ലാം ഉണ്ടാവും. പൊളിക്കും. നാളെ ട്രെയിലർ തകർക്കും. അടുത്തത് ബസൂക്ക കിട്ടിയിരിക്കുന്നു റഫൂക്കയ്ക്ക്. മമ്മൂക്കയുടെ ബസൂക്ക റഫൂക്കയ്ക്ക്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. പല തവണ വരാനായിട്ട് ഒരുങ്ങി നിന്ന് പിൻവലിഞ്ഞ ഒരു ടീസറാണിത്. എന്തായാലും സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. 1 മിനിറ്റ് 47 സെക്കൻഡുമാണ് സിനിമയുടെ അല്ല ഡ്യൂറേഷൻ, ടീസറിന്റെ ഡ്യൂറേഷൻ. അപ്പം കാത്തിരിക്കാം. ഇല്ലേ? ഉണ്ടേ, ഉള്ളിലായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. താങ്ങുപോയതാ വെയിറ്റും കൊണ്ടായിരിക്കും. അഞ്ചാതി സാധനമായിരിക്കും കേട്ടോ വരാനുള്ളത്. അതുകൊണ്ടാണ്. ടോക്സിക് സിനിമയിലെ യഷിന്റെ ന്യൂ ലുക്ക് എങ്ങനെയുണ്ട് ചെറുക്കൻ? ഞാൻ ആ ഹെയർ സ്റ്റൈല് ഞാൻ മാറ്റി പിടിക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ കറക്റ്റാ തിരിഞ്ഞു നിൽക്കണം മാത്രം. ഉണ്ട് തിരിഞ്ഞു ഈ തലമുടിന്റെ ബാക്ക് സൈഡ്. ഒരു സൈഡ് എടുത്ത സമയത്ത് നീ തലേന്റെ മാത്രമാണ് പറയണം, മുഖം ഇതിനകത്ത് വിടൂല. അതേപോലെ സത്യമായിട്ട് എനിക്ക് അതേപോലെ തോന്നി.
ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ വിചാരിച്ചു Look like you ന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനോ എടാ നിന്നെ ആരോ ശരിക്കും പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ട്ടോ. മെസ്സേജ് മാറിപ്പോയതൊക്കെ ഞാൻ കാണിച്ചു തരാം അയച്ചത്. ഇതെന്തുവാടാ എന്തായാലും ഊക്കിയതാണെങ്കിലും രസം സന്തോഷം കിട്ടി. മനസ്സിലാക്കി കളഞ്ഞു. പിന്നെ സന്തോഷം കിട്ടി. എവിടെ 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 ആളെ ലുക്ക് ഒരു രക്ഷയില്ല. കണ്ടോ എന്താണ് അയച്ചിട്ടുണ്ടേ ലുക്കിംഗ് ലൈക്ക് യു. ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാറ്റി വെച്ചു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അയക്കണം എന്നായിരുന്നു ആഗ്രഹം. അയച്ചു കൊടുക്കാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ. നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല അങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാത്തവർക്കല്ലേ, നീ ഇഷ്ടപ്പെടുന്നല്ലോ. അല്ല, എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തു. കണ്ടോടാ ഞാനൊക്കെ വേറെ ലെവലാണെന്ന് കാണിച്ചു കൊടുക്കാനേ. എന്റെ ലുക്കൊക്കെ അങ്ങനെയാണെന്നുള്ളത് കറക്റ്റാ. അപ്പൊ എന്തായാലും ടോക്സിക് ലുക്കാണ് പുതിയത് വന്നിട്ടുള്ള ഒരു രക്ഷയില്ലാട്ടോ. കിടില ലുക്ക്. ടോക്സിക് എടുക്കണ്ടായിരുന്നു എന്തായി ഫുൾ ടോക്സിക് അതിലൂടെ. അയ്യ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നമ്മള് ജസ്റ്റ് ഫണ്ണ് അതിലങ്ങ് പോണ സാധനങ്ങളാണ്. എന്താണെങ്കിലും കിടിലൻ ലുക്കായിട്ടോ. കാരണം അടിപൊളി ലുക്ക്. റോക്കിക്ക് ശേഷം ഇത്ര ഒരു ഗംഭീര ലുക്കിൽ കാണുന്ന ഇപ്പോഴാണ്. എന്തായാലും എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പോഴേക്ക് സോഷ്യൽ മീഡിയ നിന്ന് കത്തി. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ ട്രെൻഡ് സെറ്ററാണ്. ഇനി ഇയാളുടെ ടോക്സിക് വരുമ്പോഴേക്കും അതിന്റെ അപ്പുറമായിരിക്കും. സംഭവമൊക്കെ ശരി, ലുക്കൊക്കെ അടിപൊളി. എന്താണ് ഇത് മോഹൻദാസിന് നല്ല ബുദ്ധി തോന്നണേ. അയ്യോ, ആ ഒരു കാര്യത്തിൽ മാത്രം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. സ്ത്രീ ശക്തിയൊക്കെ നല്ലതാണ്, പക്ഷെ അതിനായിട്ട് വെക്കരുത്. സ്ത്രീ ശക്തി ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കണം. സ്ത്രീ ശക്തി മാത്രമല്ല, സ്ത്രീ ബുദ്ധിയും കൂടെ വേണം കൂട്ടണം അതിന്റെ കൂടെ. ആവശ്യം അല്ലെങ്കിൽ അത് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ യൂസ് ചെയ്ത് കൊണ്ടുപോകുക. അതായത് സിനിമ വേറെ ലെവലിൽ ഹിറ്റായി കഴിഞ്ഞാൽ എന്തായാലും സ്ത്രീ ശക്തി തന്നെയല്ലേ. പിന്നെ തീർച്ചയായിട്ടും മോഹൻദാസ് ആണല്ലോ സംവിധാനം. അതെ. അപ്പൊ അതില് മറ്റേ വേറെ രീതിയിലുള്ള കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. സിനിമയ്ക്കുള്ളിലേക്ക് അങ്ങനെയുള്ള മറ്റുള്ള രീതിയിൽ കൊണ്ടുവരാതിരിക്കും. ആകും. നിങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ സിനിമ ഡയറക്റ്റ് ചെയ്ത് ഹിറ്റായാൽ അതും യശിനെയൊക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ വൻ ഹിറ്റായി കഴിഞ്ഞാൽ വേറെ ഏത് ലെവലിലെത്തി അല്ലേ? അങ്ങനെ ചിന്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ വേണ്ടെന്നുള്ളതല്ല കേട്ടോ. സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ശക്തമായത് വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. മൊത്തത്തിൽ അത് മാത്രമാവരുതെന്നുള്ളൂ. പറഞ്ഞാൽ എന്താ വെച്ചാൽ മൈൻഡ് ഉണ്ടല്ലോ, ആ ഒരു WCC മൈൻഡ് അല്ലേ, അത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതുള്ളൂ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. WCC മൈൻഡില്ലേ? അയ്യോ.